ഇപ്പൊ കുറെ പെൺകുട്ടികൾ ബോഡി ബിൽഡിങ്ങിലേക്ക് വരുന്നുണ്ട്. ഒരു പെൺകുട്ടിക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ പോസിബിൾ ആണോ, അതോ ഇൻ കേസ് പോസിബിൾ അല്ലേ തന്നെ എന്തോരം മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും? എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. മൈ നെയിം ഈസ് അനുരൂപ് ദാസ്. വെൽക്കം ടു മൈ ചാനൽ. ഒരാൾക്ക് നാച്ചുറൽ ആയിട്ട് മസിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ അയാൾ കുറെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇഷ്ടമുള്ള ഭക്ഷണത്തോടുള്ള സാക്രിഫൈസ്, ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫിനോടുള്ള സാക്രിഫൈസ്, അങ്ങനെ കുറെ സാക്രിഫൈസ് എടുത്തിട്ടാണ് ഒരാൾ നാച്ചുറൽ ആയിട്ട് മസിൽ ബിൽഡ് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം ചെയ്തിട്ടും ഒരാൾക്കൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ബോഡി വേണമെങ്കിൽ തന്നെ നല്ലൊരു ജനറ്റിക്സും വേണം. പിന്നെ ആവശ്യത്തിന് മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോർമോണും വേണം. മസിൽ ബിൽഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ആൻഡ്രജൻ, ഇല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയും. നിങ്ങൾക്കറിയാം, ആൻഡ്രജൻ ഒരു മെയിൽ ഹോർമോണാണ്, അതുപോലെ തന്നെ ഈസ്ട്രജൻ ഒരു ഫീമെയിൽ ഹോർമോണാണ്. ആൻഡ്രജൻ മെയിൽ ഹോർമോൺ ആണെങ്കിലും ഫീമെയിലിന്റെ ബോഡിയിലും ആൻഡ്രജൻ ഒരു ചെറിയ അളവിലുണ്ട്. മെയിലിന്റെ ശരീരത്ത് ആൻഡ്രജൻ ഉള്ളതിനേക്കാൾ ഫീമെയിലിന്റെ ശരീരത്ത് 20 മടങ്ങ് കുറവാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മെയിലിന്റെ ബോഡിയിൽ ആൻഡ്രജൻ 100% ആണെങ്കിൽ ഫീമെയിലിന്റെ ബോഡിയിൽ വെറും 5% മാത്രമേ കാണത്തുള്ളൂ. ഫീമെയിൽ ബോഡിയിലുള്ള ഈ വളരെ ചെറിയ അളവിലുള്ള ആൻഡ്രജൻ ഫീമെയിൽ ഹോർമോണായ ഈസ്ട്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഫീമെയിൽസിന്റെ റീപ്രൊഡക്റ്റീവ് ടിഷ്യൂവിന്റെ ഹെൽത്തും പിന്നെ നല്ലൊരു ബോൺ മാസിനെ നിലനിർത്താൻ സഹായിക്കുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ആൻഡ്രജൻ മാത്രമേ ഒരു ഫീമെയിലിന്റെ ബോഡിയിലുള്ളൂ. ഈ ആൻഡ്രജൻ എന്ന ഹോർമോൺ ഫീമെയിലിന്റെ ബോഡിയിൽ വളരെ കുറവായതുകൊണ്ട് മാത്രമാണ് അവർക്ക് മെയിൽ ക്യാരക്ടേഴ്സ് ഒന്നും കാണിക്കാത്തത്. ഫീമെയിൽ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻഡ്രജന്റെ അളവ് എന്ന് വെച്ചാൽ 15 നാനോഗ്രാംസ് പെർ ഡെസിലിറ്റർ ടു 70 നാനോഗ്രാംസ് പെർ ഡെസിലിറ്റർ ആണ്. അതുപോലെ തന്നെ മെയിൽ ബോഡിയിലാണെങ്കിൽ 270 ടു 1070 നാനോഗ്രാംസ് പെർ ഡെസിലിറ്റർ ആണ്. അപ്പോൾ ഒന്ന് ഓർത്തെ, ആണുങ്ങളുടെ ബോഡിയിൽ ഈ ആൻഡ്രജൻ എത്ര മടങ്ങാണ് കൂടുതലാണ് പെണ്ണുങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇത്രയും കൂടുതൽ ആൻഡ്രജൻ ആണുങ്ങളുടെ ബോഡിയിൽ ഉള്ളത് കൊണ്ടാണ് അവർക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇത്രയും ആൻഡ്രജൻ ഉണ്ടായിട്ട് പോലും നല്ലൊരു ബോഡി സ്വന്തമാക്കണമെങ്കിൽ അവർക്ക് നല്ലൊരു ജനറ്റിക്സും അതിന് വേണ്ടിയിട്ടുള്ള ഡിസിപ്ലിനും എല്ലാം വേണം. ഒരു മെയിൽ അയാളുടെ ഒരു പീക്ക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പീക്കിലെത്തി, ബോഡി പീക്കിലെത്തി, ഇനി വളരത്തില്ല. അപ്പോൾ അദ്ദേഹം സ്റ്റെറോയിഡ് എടുത്ത് വീണ്ടും അത് കൂട്ടാൻ നോക്കും. അപ്പൊ ഒന്ന് ഓർത്തെ, ഈ മസിൽ ബിൽഡിങ്ങിന് എന്തോരം നമുക്ക് ഹോർമോൺ വേണമെന്ന്. ഈ സ്റ്റെറോയിഡ് എടുക്കുന്നതുകൊണ്ട് കുറെ ദോഷഫലങ്ങളുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ്. ഇനി ഒരു ഫീമെയിലിന് ഞാൻ ഈ പിക്കിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ ബോഡി വേണമെങ്കിൽ അവർ എന്തായാലും ഒരു അനബോളിക് സ്റ്റെറോയിഡിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഇപ്പൊ ഇത് വളരെ കോമൺ ആണ്. ഈവൻ നമ്മുടെ കേരളത്തിൽ തന്നെ ഇവിടുത്തെ പെൺകുട്ടികൾ സ്റ്റെറോയിഡ് എടുത്ത് കോമ്പറ്റീഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റെറോയിഡ് എടുക്കുന്നതുകൊണ്ട് ഈ പെണ്ണുങ്ങൾക്കും ഭയങ്കര സൈഡ് എഫക്ട്സ് ഉണ്ട്. മെയിൻ ആയിട്ട് അവർക്ക് മുഖത്തൊക്കെ മെയിൽസിനെ പോലെ രോമങ്ങൾ വളരുക, അവരുടെ ശബ്ദമൊക്കെ കുറച്ചുകൂടി ആണുങ്ങളെ പോലെ ഡീപ്പ് ആകുക, പിന്നെ നമ്മൾ സ്റ്റെറോയിഡിന്റെ സൈഡ് എഫക്റ്റിനെ പറ്റി പറഞ്ഞു വന്നു. പിന്നെ അവരുടെ ബോഡിയിലൊക്കെ ഇച്ചസും ഇങ്ങനെ റെഡ് സ്പോട്ട്സ് ഒക്കെ വരിക, പിന്നെ അവരുടെ ഹോർമോണൽ നാച്ചുറൽ അവരുടെ ഹോർമോണെ തന്നെ മൊത്തത്തിൽ ബാധിക്കും. ഇതൊക്കെ ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. അവസാനം ഇവർക്ക് ഇത് പെർമനന്റ് ആയിരിക്കും. കുറെ കാര്യങ്ങൾ നമുക്ക് മാറ്റാനേ പറ്റത്തില്ല. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം, ഒരു ഫീമെയിലിന് മസിൽ ബിൽഡിങ് പോസിബിൾ ആണോ? ടു ബി ഫ്രാങ്ക്, ദ ആൻസർ ഈസ് യെസ്, പറ്റും. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ കുറച്ച് ബോഡി ഉണ്ടല്ലോ, ഇതൊക്കെ ഒരു പെണ്ണിന്, ഒരു പെൺകുട്ടിക്ക് നാച്ചുറൽ ആയിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഫിഗറാണ്. നല്ല ഡെഡിക്കേഷനും നല്ല വർക്കൗട്ട് പ്ലാനും നല്ല ഡയറ്റും എല്ലാം ഒരു ഡിസിപ്ലിൻ ആയിട്ട് ഫോളോ ചെയ്താൽ ആർക്കും ഇതെത്താൻ പറ്റും. അപ്പം അത്ര ആൾ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.